വിപ്പിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ. അപ്പം ഞാൻ വിചാരിച്ചു പോയി തുണി എടുക്കാമെന്ന്. പാച്ചൂന് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞമ്മയായിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മുടെ പാച്ചൂന്റെ ട്രീറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കയറി ഞങ്ങൾ രണ്ടുപേരും കൂടെ മേടിച്ചാട്ടോ. അങ്ങനെ ഇതാ PK ഇതെടുത്തു. PK ഞാൻ കുഞ്ഞമ്മയെ വിളിക്കുന്ന കേട്ടോ ഷോർട്ട് ഫോമിൽ. അവിടുന്ന് ബില്ലടിച്ചിട്ട് നമ്മൾ നേരെ തുപ്പാശ്ശേരിയിലോട്ടാണ് പോയത്. അപ്പോൾ കയറുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആരെയൊക്കെ കാണും, നോക്കിക്കോളാൻ മതി, നമുക്കറിയാവുന്ന. 3ാമത്തെ നിലയാണ് ജെൻസിന്റെ വരുന്നത്. അങ്ങനെ നമ്മൾ ആദ്യമേ പോയി ജീൻസ് എടുത്തു. അവന് ബാഗി ജീൻസ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാനത് ലൈറ്റ് കളർ എടുത്തിട്ട് ഏതെങ്കിലും ഡാർക്ക് ഒരു ഷർട്ടും ടീഷർട്ടും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതായത് 2ഉം എടുത്തിട്ടുണ്ട്. ഇനി എന്തെടുത്ത് കൊടുത്താലും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയത്തില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സമാധാനമാണ് എന്തും എടുക്കാൻ പോയാലും. പിന്നെ ഞങ്ങൾ വീട്ടിലിടുന്ന കുറച്ച് ടോപ്പ് കൊള്ളാവോന്ന് നോക്കാൻ വേണ്ടി പോയായിരുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ടൊരു രസമില്ലായിരുന്നു. എല്ലാം വിഷുവായിട്ട് എല്ലാവരും കൊണ്ടുപോയെന്ന് തോന്നുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞല്ലോ ആരെങ്കിലുമൊക്കെ കാണുമെന്ന്. അങ്ങനെ അവിടെ നിന്ന് PK സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ കുരുവൊക്കെ നോക്കുന്നത് അതങ്ങ് വലുതാവുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ മേടിച്ചുകൊണ്ട് പോയി അടയ്ക്കാൻ നേരത്ത് നമ്മുടെ PKക്ക് തലകറക്കം, എപ്പോഴും തലകറക്കുക. ടൈഗർ ബാമും വിക്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് തിന്നും. അതുപോലാണ് ആ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ മേടിച്ചുകൊണ്ട് കൊടുത്താൽ നാളെ കാണത്തില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ കയറിയിട്ട് 2 കോഫിയും പിന്നെ ഞാൻ ഈ ഒരു ബണ്ണ് പോലത്തെ സാധനം പറഞ്ഞായിരുന്നു. PKക്ക് അത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. എന്തോ ഷവർമ ഫീലിംഗ് എങ്ങാണ്ടാണ് വരുന്നത്. പിന്നെ നല്ല കാപ്പി നല്ല ചൂടായിരുന്നു. പിന്നെ എനിക്കതൊക്കെ ആറ്റി തന്നു. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. താണ്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് നോക്കുന്ന ആരാണെന്ന് നോക്കൂ. ഒത്തിരി നേരെ നിർത്തി വിഷമിപ്പിക്കാനാണെന്നും പറഞ്ഞ് ഞങ്ങൾ പോയി കഥമൊക്കെ തുറന്നു കേട്ടോ. അവളെ പിന്നെ PK കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വേണ്ട, എന്നെയൊന്നും വേണ്ട. അവൾക്ക് അവളുടെ അമ്മയാണ് PK. ഇത്രയും നേരം ഒറ്റയ്ക്ക് കിടന്നതല്ലേ എന്ന് ഓർത്ത് കഷ്ടം തോന്നിയിട്ട് PK അതിനകത്തുനിന്ന് ഒരു ട്രീറ്റൊക്കെ പൊട്ടിച്ചെടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.